സ്കോട്ട്ലൻഡുകാരനായ ഒരു മൃഗ ഡോക്ടറായിരുന്നു ജോൺ ബോയ്ഡ് ഡൺലപ്പ്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ 10 വയസ്സുകാരൻ മകൻ സ്കൂൾ വിട്ടു വന്നതിന് ശേഷം അച്ഛന്റെ അടുത്ത് വന്ന്, ഞാൻ നാളെ സ്കൂളിൽ നടക്കുന്ന സൈക്കിളോട്ട മത്സരത്തിന് പേര് കൊടുത്തിട്ടുണ്ടെന്നും എത്ര ശക്തിയിൽ ചവിട്ടി നോക്കിയാലും ചരലിൽ കൂടി സൈക്കിൾ നീങ്ങാൻ പാടാണ്, പിന്നെ ഞാൻ എങ്ങനെ ഒന്നാമനാകും എന്ന് ചോദിക്കും. മകന്റെ വിഷമം മാറ്റാനുള്ള വഴി അദ്ദേഹം ആലോചിച്ചു. വൈകുന്നേരം പൂന്തോട്ടത്തിൽ കിടന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന റബ്ബർ കുഴലെടുത്ത് സൈക്കിൾ ചക്രത്തിന്റെ വട്ടത്തിനൊപ്പിച്ച് മുറിച്ചെടുത്ത് അത് പശ തേച്ചൊട്ടിച്ച് സൈക്കിളിന്റെ പിൻചക്രങ്ങളിൽ കെട്ടി ഉറപ്പിച്ചു. ശേഷം അതിൽ തുളയുണ്ടാക്കി കാറ്റൂതി നിറച്ചു. കാറ്റ് നിറച്ച് ട്യൂബ് കെട്ടിവെച്ച സൈക്കിളുമായി മകൻ പാഞ്ഞു. പിറ്റേന്ന് സ്കൂളിലെ സൈക്കിളോട്ട മത്സരത്തിൽ 1ാം സ്ഥാനം നേടി. ചരളിലും കല്ലിലും കുതിച്ചു പാഞ്ഞ സൈക്കിളിന്റെ വിദ്യ ഞങ്ങളുടെ സൈക്കിളിലും വേണമെന്ന് പറഞ്ഞ അടുത്ത ബന്ധുക്കാരും കൂട്ടുകാരും ഒക്കെ ഡൺലപ്പിന്റെ അടുത്തെത്തി. കാറ്റ് നിറച്ച ട്യൂബിൽ സൈക്കിളുമായി പായാൻ കൊതിയോടെ അവർ ഡൺലപ്പിന്റെ സഹായം തേടി. ആദ്യമൊക്കെ സന്തോഷത്തോടെ ചെയ്തു കൊടുത്തെങ്കിലും പിന്നീട് ഒരു കാര്യത്തിനും സമയമില്ലാതായതോടെ ഡൺലപ്പ് അവരെ